ഓരോ ക്രിസ്തു വിശ്വാസിയെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യണം എന്നത്രേ. അത് ഏതെല്ലാം വിധത്തിൽ നമുക്ക് ചെയ്യാമോ ആ വിധങ്ങളിലെല്ലാം നാം ചെയ്യണം. ഇത് മതപ്രചരണമല്ല, മതപരിവർത്തനത്തിനുള്ള ഉപാധിയുമല്ല. ക്രിസ്തുവിലൂടെ രൂപാന്തരപ്പെട്ട ജീവിതങ്ങൾ രൂപാന്തരം ആവശ്യമുള്ള മറ്റുള്ളവർക്ക് ചെയ്യുന്ന സഹായമാണ്. ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. വചനം പ്രസംഗിക്കുക എന്നുള്ളത് എല്ലാ ദൈവമക്കളോടുമുള്ള ദൈവത്തിൻ്റെ കൽപ്പനയാകുന്നു. അതിൻ്റെ ലളിതമായ അർത്ഥം ക്രിസ്തുവിനെ പ്രസംഗിക്കുക എന്നാകുന്നു. ക്രിസ്തുവിൽ നിന്നുള്ള ശ്രദ്ധ മാറുമ്പോൾ സുവിശേഷകനും സുവിശേഷവും തെറ്റിപ്പോകുവാനുള്ള സാധ്യത വളരെയധികമാകുന്നു. മനുഷ്യർക്ക് ആവശ്യമുള്ളതിനെ പ്രസംഗിക്കുവാൻ സുവിശേഷകൻ്റെ മേൽ വലിയ സമ്മർദ്ദമുണ്ടാകും. എന്നാൽ ആണയിട്ട് സത്യം ചൊല്ലി പൗലോസിൻ്റെ തിമോത്തിയോസിനെ ഓർമ്മിപ്പിക്കുവാനുള്ളത് സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ്. വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് നമ്മൾക്ക് ചിന്തിക്കാം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ ഒടുവിലത്തെ അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത് ഒരു വിധത്തിലുള്ള ദുഃഖത്തിൻ്റെ നിഴലാണ്. അന്ത്യകാലത്തെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ പൗലോസ് തിമോത്തിയോസിന് നൽകുന്നു. തുടർന്ന് പൗലോസിൻ്റെ മരണക്കിടക്കയിലെ സംസാരം നാം കാണുന്നു. ഒരുപക്ഷെ ഇതായിരിക്കും പൗലോസിൻ്റെ ഏറ്റവും ഒടുവിലത്തെ എഴുതപ്പെട്ട വാക്കുകൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ തൻ്റെ ഭയാനകമായ ഏകാന്തതയുടെ ഒരു ധ്വനി നമുക്ക് ലഭിക്കുന്നുണ്ട്. അവനിപ്പോൾ റോമിലെ കാരാഗൃഹത്തിലാകുന്നു എന്നറിയാമല്ലോ. തനിയെ ആകുന്നു. ആ വലിയ ജയിലിൽ അവനെ അടച്ചിരിക്കുകയാണ്. ലോകചരിത്രത്തിൽ ചലനം സൃഷ്ടിച്ച ഒരു മഹാന് ലഭിക്കുന്ന അന്ത്യമൊന്ന് ശ്രദ്ധിക്കണേ. അവനിപ്പോൾ തണുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ പുതപ്പും കൂടി കൊണ്ടുവരുവാൻ വേണ്ടി തിമോത്തിയോസിനോട് അവൻ ആവശ്യപ്പെടുന്നു. ആ അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാകുന്നത്. പൗലോസ് അവിടെ തനിയെ ആകുന്നു. സെക്കൻഡുകൾക്ക് മണിക്കൂറുകളുടെ നീളം തോന്നുന്നു. താൻ ത്രോവാസിൽ വെച്ചിട്ട് പോന്ന പുസ്തകങ്ങൾ കൂടി കൊണ്ടുവരുവാൻ അവൻ തിമോത്തിയോസിനോട് ആവശ്യപ്പെടുന്നു. വിശേഷാൽ ചർമ്മലിഖിതങ്ങൾ. എന്നാൽ ഈ ദുഃഖത്തിൻ്റെ നിഴലിലും ഏകാന്തതയുടെ അവസരത്തിലും പൗലോസ് തൻ്റെ ഒടുവിലത്തെ നിർദ്ദേശങ്ങൾ വിശ്വാസത്തിൽ നിജപുത്രനായ തിമോത്തിയോസിന് നൽകുമ്പോൾ വിജയത്തിൻ്റെ ഒരു ധ്വനി നമുക്കവിടെ കാണുവാൻ കഴിയും. പൗലോസിൽ നിന്നും നാം കേൾക്കുമ്പോൾ വാസ്തവത്തിൽ ദൈവം നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നാം കേൾക്കുന്നത്. ഇത് ദൈവത്തിന് നമ്മോടുള്ള അന്തിമമായ വാക്കുകളാണ്. ഇത് അംഗീകരിക്കുവാൻ നിങ്ങൾ തയ്യാറല്ല എങ്കിൽ നിങ്ങളോട് അവൻ എന്തെങ്കിലും ഇനിയും പറയുവാനുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമുക്കൊരുമിച്ച് നോക്കാം. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ വെച്ച് ഉന്നതമായ ഒരു കൽപ്പന അഥവാ ഉത്തരവാദിത്തപ്പെടുത്തലാകുന്നു ഇത്. ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി എന്ന് നാം വായിക്കുന്നു. ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ രാജ്യവും ഒരേ കാര്യമല്ല. അവൻ്റെ പ്രത്യക്ഷത എന്നാൽ സഭയുടെ ക്രിസ്തു മധ്യാകാശത്തിൽ വരുമ്പോൾ അവനോടൊപ്പം ചേർക്കപ്പെടുന്ന ആ അവസ്ഥയാണ്. അവിടുത്തെ രാജ്യം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് തൻ്റെ രാജ്യം സ്ഥാപിക്കുവാനായി ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്ന ആ വെളിപ്പാടാണ്. 2 പ്രാവശ്യം അവൻ ന്യായം വിധിക്കുന്നതാണ്. തനിക്കുള്ളവരെ ഈ ഭൂമിയിൽ നിന്നും എടുക്കുമ്പോൾ അവൻ അവരെ ന്യായം വിധിക്കുന്നതാണ്. മഹാപീഡന കാലത്ത് തങ്കിലേക്ക് തിരിയുന്നവരെയും അവൻ ന്യായം വിധിക്കുന്നതാണ്.
വിശ്വാസികളായ നാം എല്ലാവരും ഒരു സമയത്ത് അല്ലെങ്കിൽ വേറൊരു സമയത്ത് ന്യായവിധിക്കായി ദൈവം മുൻപാകെ വന്നേ മതിയാകൂ. നമുക്കൊരു പ്രതിഫലം കിട്ടുമോ ഇല്ലയോ എന്ന് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുവാൻ പോവുകയാണ്. പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്, നിന്റെ ജീവിതത്തെ ന്യായം വിധിക്കേണ്ടതിനായി നീ ഒരു ദിവസം ദൈവം മുൻപാകെ നിൽക്കേണ്ടി വരും എന്ന വസ്തുതയുടെ വെളിച്ചത്തിൽ തിമോത്തിയോസെ നീ ചെയ്യേണ്ടത് ഇതത്രേ. അന്ന് പൗലോസ് തിമോത്തിയോസിന് നൽകിയതുപോലെ തന്നെ ഇന്നും ഇത് പ്രായോഗികമാണ് എന്നോർക്കണം. ദൈവം ഇന്ന് നിങ്ങളോടും എന്നോടും പറയുന്നത് ഇത് തന്നെയാണ്. 2-ാം വാക്യം നോക്കിക്കാട്ടെ. വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. വചനം പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനം അറിയിക്കുക എന്നാണ്. വചനം മറ്റുള്ളവർക്ക് നൽകുക, അതിൻ്റെ ദൂതുവാഹിയായിരിക്കുക. ഇത് ഇന്നൊരു ശ്ലോകം പോലെ ആയിട്ടുണ്ടല്ലോ, ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു ആഹ്വാനം. വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ നാം ഏതൊരു സമയത്തും വചനം പ്രസംഗിക്കണമെന്നാണ്. അർദ്ധരാത്രിക്ക് ആരെങ്കിലും താങ്കളെ ഉണർത്തി എന്നാൽ അപ്പോഴും ദൈവവചനം നൽകുവാൻ തയ്യാറായിരിക്കണം എന്ന അർത്ഥം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വചനത്തെക്കുറിച്ച് പ്രസംഗിക്കുക എന്നല്ല പൗലോസ് ഇവിടെ പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്ന് ബൈബിളിനെ കുറിച്ച് പഠിക്കുന്ന അനേകരുണ്ട്. വചനത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന വളരെയേറെ ആളുകളുണ്ട്. എന്നാൽ നമുക്കുള്ള ആഹ്വാനം വചനം പ്രസംഗിക്കുവാനാണ്. അതെ, അതുമാത്രമാണ് ജനങ്ങളെ ക്രിസ്തുവിങ്കിലേക്ക് ആകർഷിക്കുന്നത്. വചനം പ്രസംഗിക്കുക. മറ്റൊരു കാര്യം പൗലോസ് പറയുന്നത് വചനത്തിൽ നിന്നും പ്രസംഗിക്കുക എന്നുമല്ല. ബൈബിളിൽ നിന്നും ഒരു വാക്യമെടുത്ത് അതിനു ചുറ്റും ഒരു പ്രസംഗം ഒരുക്കുവാനല്ല പറയുന്നത്. പലരും ഒരു വാക്യം എവിടെ നിന്നെങ്കിലും എടുത്തിട്ട് അതിനെ ചുറ്റിപ്പറ്റി എന്തെങ്കിലുമൊക്കെ പറയുവാനുള്ള ശ്രമമാണ്. എന്നാൽ പൗലോസ് പറയുന്നത് വചനം തന്നെ പ്രസംഗിക്കുവാനാണ്. ഇന്ന് സഭകളിൽ നാം കാണുന്ന നിർജീവത്വത്തിൻ്റെ കാരണം വചനത്തെ അവഗണിച്ചതാണ്. വചനം ഒരു വ്യക്തിയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നാം നേരത്തെ കണ്ടു കഴിഞ്ഞു. വചനം പ്രസംഗിക്കുക, വചനം ഒരു വ്യക്തിയിൽ ചലനം സൃഷ്ടിക്കുവാൻ മതിയായതാണ്. പിന്നെ പറയുന്നു സമയത്തിലും അസമയത്തിലും ഒരുങ്ങുക. ഇതിൻ്റെ ഇവിടുത്തെ അർത്ഥം തിടുക്കത്തോടെ നിൽക്കുക എന്നാണ്, ശുഷ്കാന്തിയോടെ നിൽക്കുക. നമ്മുടെ മേലൊരു നിർബന്ധമുണ്ട്. ദൈവവചനം കൊടുക്കുവാൻ നാം എപ്പോഴും തയ്യാറായിരിക്കണം. എല്ലാ സാഹചര്യത്തിലും നാം തയ്യാറായിരിക്കണം. ഒരു വിധത്തിലും നമുക്ക് ഒഴിഞ്ഞു മാറുവാൻ സാധ്യമല്ല. തിടുക്കത്തോടെ, ധൃതിയോടെ നാം ഇത് ചെയ്യേണ്ടതാണ്. എന്നാൽ നാളെയാകട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുവാൻ സാധിക്കില്ല. ഓരോ സഭാ ശുശ്രൂഷകൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വചനം പ്രസംഗിക്കുക എന്നതാകുന്നു എന്ന് മറക്കരുത്. എത്രമാത്രം വചനം പഠിച്ച് തയ്യാർ ചെയ്തിട്ടാകുന്നു നിങ്ങൾ നിങ്ങളുടെ സഭയിലുള്ള ആളുകളെ പഠിപ്പിക്കുന്നത്? വചനത്തെക്കുറിച്ചോ വചനത്തിൽ നിന്നോ അല്ല, വചനം തന്നെ പ്രസംഗിക്കണം. എന്നിട്ട് പറയുന്നു ശാസിക്കുക. വളരെ നിശ്ചയദാർഢ്യത്തോടെ വേണം വചനം പ്രസംഗിക്കേണ്ടത്. ആ അർത്ഥത്തിലാണ് ഇവിടെ ശാസിക്കുക എന്ന് പറയുന്നത്. സാധാരണ നാം ആരെയെങ്കിലും ശാസിക്കുമ്പോൾ നാം ആരെ ശാസിക്കുന്നുവോ ആ ആളിനോട് പറയുന്നതായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തത അല്ലെങ്കിൽ ദൃഢത, വിശ്വാസമുണ്ടായിരിക്കുമല്ലോ. അതുപോലെ തന്നെ തർജ്ജനം ചെയ്യുക എന്ന് പറയുന്നത് ഇതിൻ്റെ അർത്ഥം ഭീഷണിപ്പെടുത്തുക എന്ന് തന്നെയാണ്. ഭീഷണിപ്പെടുത്തുക, അതായത് ആത്മിക അധികാരത്തോടെ പ്രസംഗിക്കുന്ന ഏതൊരു വ്യക്തിയും ഭീഷണിപ്പെടുത്തുന്നത് പോലെ തോന്നും. പണ്ട് കാലത്തൊക്കെ ഇതുപോലെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്ന് നാം കേൾക്കാറുണ്ട്. യാതൊരുത്തരെയും കൂസാതെ ദൈവവചനം പറയുന്നതായിട്ടുള്ള വ്യക്തികൾ. എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി എന്ന് നമുക്കറിയാം. നാം ഒരുപാടങ്ങ് പുരോഗമിച്ചു എന്ന് തോന്നുന്നു. ദൈവത്തിൽ നിന്നും ലഭിച്ച അധികാരം കൊണ്ട് മാത്രമേ ഈ തർജ്ജനം ചെയ്യുവാൻ സാധിക്കൂ. അതിനെ ജയിക്കുവാൻ മറ്റൊന്നില്ല എന്നോർക്കണം. ഇന്ന് തർജ്ജനം ചെയ്യുവാൻ, ഞാൻ ആ ലളിതമായ ഭാഷ തന്നെ ഉപയോഗിക്കട്ടെ, ഭീഷണിപ്പെടുത്തുവാൻ അനേകർക്കും കഴിയാത്തതിന് കാരണം സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയുള്ള പരിശ്രമമാകുന്നു. അതല്ല എങ്കിൽ തങ്ങളുടെ ജീവിതത്തിലുള്ള കുറവുകളാകുന്നു. മനുഷ്യരെ പ്രസാദിപ്പിച്ചില്ലെങ്കിൽ എൻ്റെ സ്ഥിതി എന്താകുമെന്നുള്ള ഭയം.
ഞാൻ മറ്റുള്ളവരുടെ തെറ്റ് വിളിച്ചു പറയുമ്പോൾ മറ്റുള്ളവർ എൻ്റെ നേരെ വിരൽ ചൂണ്ടുമല്ലോ എന്നുള്ള ഭയം. അതുകൊണ്ട് മിണ്ടാതിരുന്നേക്കാം, എങ്ങനെയെങ്കിലും അവിടെയും ഇവിടെയും തട്ടിയും മുട്ടിയും അങ്ങ് പറഞ്ഞു നിന്നുകൊള്ളാം എന്നുള്ള ചിന്ത. മനുഷ്യരെ പ്രസാദിപ്പിക്കുവാനുള്ള ഈ ശ്രമം ഒരിക്കലും ദൈവവചനം പ്രസംഗിക്കുന്നതിന് നമ്മെ സഹായിക്കില്ല. അതുകൊണ്ട് തന്നെ സഭ കൂടുതൽ കൂടുതൽ വഷളാകുകയാണ്. ശരിയായ വചനം കൊടുക്കുവാൻ ആരുമില്ല. ഇത് പറയുമ്പോൾ പലരും മുഷിയാറുണ്ട്. അങ്ങനെ പറയുന്നവരെ ഇടുങ്ങിയ ചിന്താഗതിക്കാർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്, പഴഞ്ചർ എന്ന് പറയാറുണ്ട്. എങ്ങനെ വിശേഷിപ്പിച്ചാലും സാരമില്ല. വചനം പ്രസംഗിക്കുന്നില്ല എങ്കിൽ സഭ നിർജീവത്വത്തിൽ തുടരും. വ്യക്തികൾ ആത്മീയമായി ചത്ത അവസ്ഥയിലായിരിക്കും. ശാസിക്കുവാനും തർജ്ജനം ചെയ്യുവാനും പറഞ്ഞതിന് ശേഷം പൗലോസ് പറയുന്നത് പ്രബോധിപ്പിക്കുക എന്നാണ്. അതെ, ആശ്വസിപ്പിക്കുവാൻ പൗലോസ് പറയുന്നു. ക്രിസ്തു വിശ്വാസികൾക്ക് ആശ്വാസം വാസ്തവത്തിൽ ആവശ്യമുള്ള അനേകം അവസരങ്ങളുണ്ട് എന്നോർക്കണം. ആളുകളെ ഭീഷണിപ്പെടുത്തുമ്പോൾ തന്നെ ആശ്വസിപ്പിക്കുകയും വേണം. ഇതെല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടത്? പൗലോസ് പറയുന്നു, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ. അതായത് ദൈവവചനം നൽകുന്ന ഏതൊരു വ്യക്തിക്കും ദീർഘക്ഷമ വളരെയേറെ ആവശ്യമാണ്. വളരെയേറെ ക്ഷമ പരിശീലിക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ നമുക്ക് ദൈവവചനം അതിൻ്റേതായ ഗൗരവത്തിൽ, അതിൻ്റേതായ അധികാരത്തിൽ പറഞ്ഞു ഫലിപ്പിക്കുവാൻ സാധിക്കില്ല. ഇവിടെ പറയുന്ന ദീർഘക്ഷമയോടും ഉപദേശത്തോടും എന്ന്, അതായത് പഠിപ്പിക്കുക എന്ന അർത്ഥം. ഓരോ ശുശ്രൂഷകനും ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു ശുശ്രൂഷ ഉണ്ടായിരിക്കണം. ഇതെല്ലാം ദൈവവചനം പ്രസംഗിക്കുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. 4-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. ഇതുവരെ പറഞ്ഞതിൻ്റെ ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. വചനം പ്രസംഗിക്കുവാനും സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുവാനും ഒക്കെ പറഞ്ഞതിന് ശേഷം ഇവിടെ അവർ പത്യോപദേശം പൊറുക്കാത്ത കാലം വരും എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ സമൂഹം ഈ സ്ഥാനത്തെത്തിയോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സംശയിക്കേണ്ട കാര്യമില്ലല്ലേ? ദൈവവചനം ശ്രദ്ധിക്കുന്ന അനേകായിരം ആളുകളെക്കുറിച്ച് കേൾക്കുമ്പോൾ സാധാരണ നാം അത്ഭുതപ്പെടാറുണ്ട്, അധികം സന്തോഷിക്കാറുണ്ട്. എന്നാൽ മൊത്തം ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ ഈ കൂട്ടം വളരെ ചെറുതാണ്, ഒരു ചെറിയ ശതമാനം മാത്രം. പത്യോപദേശത്തെ പൊറുക്കുന്ന സഭാംഗങ്ങൾ വളരെ ചുരുക്കമാണ്. അവർക്ക് അത് കേൾക്കുവാൻ താല്പര്യമില്ല. അവർക്ക് എന്താണ് ആവശ്യം? കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുക. ജനങ്ങൾ കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്ന കാര്യം വിളിച്ചു പറയുന്ന ഒരു സ്ഥാനമായി ഇന്നത്തെ ആരാധനാ സ്ഥലങ്ങൾ, പ്രസംഗപീഠങ്ങൾ, കൺവെൻഷൻ സ്റ്റേജുകൾ മാറിയിരിക്കുന്നു. മനുഷ്യർക്ക് പാപബോധം വരുത്തേണ്ട ഇടം കൂടുതൽ പാപത്തിലേക്ക് മനുഷ്യരെ വലിച്ചിഴക്കിയാണ്. കർണരസമാകുമാർ, അതെ, കേൾക്കാൻ രസമുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നതായിട്ടുള്ളൊരു സ്ഥാനമായി പ്രസംഗപീഠങ്ങൾ, ക്രിസ്തീയ ആരാധനകൾ തീർന്നിരിക്കുന്നു. ആത്മാർത്ഥമായി ദൈവവചനം പഠിക്കുവാൻ താല്പര്യപ്പെടുന്നവരുടെ ചെവിക്ക് ഇത് രസമായിരിക്കുകയില്ല എന്ന് മറക്കരുത്. നിങ്ങൾ ചെയ്യുന്നതൊക്കെ ശരിയാണ്, അങ്ങനെ തന്നെ ചെയ്തു, ഇങ്ങനെ അങ്ങോട്ട് പോകാമെങ്കിൽ ദൈവം അനുഗ്രഹിക്കും, ഇതുപോലെയുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ആളുകളെ കബളിപ്പിക്കുന്നതായ ഒരു വലിയ സംഘം തന്നെ ഇന്നുണ്ട്, മറക്കരുത്. ചിലർ വരുന്നത് പഠിക്കുവാനല്ല കേൾക്കുവാനാണെന്ന് നമുക്കറിയാം. ആളുകൾ സിനിമാ തിയേറ്ററുകളിലോ പന്ത് കളിക്കുന്ന സ്ഥലത്തോ അമ്യൂസ്മെൻറ്റ് പാർക്കിലോ പോകുന്നത് പോലെ രസത്തിന്, അതെ, നമ്മുടെ ചെവിക്ക് രസം നൽകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി ഇന്ന് ആരാധനയ്ക്കെന്ന് പറഞ്ഞു പോകുന്ന ജനം ഒരു വിനോദമായി മാത്രമല്ലേ അതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളെ രസിപ്പിക്കുന്ന പരിപാടികൾ ക്രമീകരിക്കുവാൻ സഭാ ശുശ്രൂഷകൻ സമ്മർദ്ദത്തിലാണ്. മതപരമായ ഒരു വിനോദം മാത്രമാണ് അനേകരും ആഗ്രഹിക്കുന്നത്. ദൈവവചനം ശ്രദ്ധിക്കുവാൻ അവർക്ക് താല്പര്യമില്ല. അതിനു പകരം എന്തെങ്കിലും വേറെ കാര്യങ്ങൾ കൊണ്ട് അവർ തൃപ്തി അടയുവാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്രമീകരിക്കുന്ന ഗാനമേളകളിലും കലാമേളകളിലും മിമിക്രി പരിപാടികളിലുമൊക്കെ മനുഷ്യർ മയങ്ങിപ്പോവുകയാണ്. വചനത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ആരെയെങ്കിലും എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്ന് പരിപാടി നടത്തി രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയാണ്
സഭാ നേതൃത്വം. അതാണ് ഇന്ന് അനേകം സഭകളിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്തതായ എല്ലാ ആഘോഷങ്ങളും സഭയുടെ വകയായി ആഘോഷിച്ച് ആളുകളെ കൂടെ നിർത്തുവാനുള്ളൊരു ശ്രമമാണ് സഭകളിൽ മിക്കപ്പോഴും നടക്കുന്നത്. എത്ര ശോചനീയമായ അവസ്ഥയിലാണ് നാം ആയിരിക്കുന്നത്. മറ്റെല്ലാ പരിപാടികൾക്കും ആളുകൾ കൂടും, ദൈവവചനം പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരുമില്ല. അഥവാ വചനം പഠിപ്പിച്ചാൽ തന്നെ അത് ആളുകൾക്ക് എങ്ങനെ രസമാക്കി കൊടുക്കാമെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. കർണരസമാകുമാറ്. അതേ സുഹൃത്തെ, ദൈവവചനം താങ്കൾ രസമാക്കുന്നില്ല എങ്കിൽ ആർക്കും അത് നിങ്ങൾക്ക് രസമാക്കി തരുവാൻ സാധിക്കില്ല എന്നുകൂടി ഞാൻ ഓർപ്പിക്കട്ടെ. നിങ്ങൾക്കത് രസമായിരിക്കണം. അതുകൊണ്ടാണ് ഈ 119 സങ്കീർത്തനത്തിൽ നാം വായിക്കുമ്പോൾ വീണ്ടും വീണ്ടും സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു വാചകമുണ്ട്: നിൻ്റെ വചനം എൻ്റെ പ്രമോദമായിരിക്കുന്നു, നിൻ്റെ ചട്ടങ്ങൾ എനിക്ക് രസമായിരിക്കുന്നു, സർവ്വസമ്പത്തിലും എന്ന പോലെ ഞാൻ നിൻ്റെ ചട്ടങ്ങളിൽ പ്രമോദിക്കുന്നു. നിങ്ങൾ ആ സങ്കീർത്തനം വായിച്ചു നോക്കൂ. ദൈവവചനം നമ്മുടെ രസമായിരിക്കണം. ഇന്ന് നമ്മെ രസിപ്പിക്കുന്നതായി നാം നമുക്ക് ചുറ്റും കാണുന്ന മിക്കവാറും കാര്യങ്ങളൊക്കെ വഷളത്വത്തിലേക്ക് മാത്രം നയിക്കുന്നതാകുന്നു എന്ന് മറക്കരുത്. എന്നിട്ട് പൗലോസ് പറയുന്നത് കെട്ടുകഥ കേൾപ്പാൻ തിരിയുന്ന കാലം എന്ന്. രാവിലെ ഒരു കഥ പറഞ്ഞു കേൾക്കാമെങ്കിൽ അതാണ് താല്പര്യം. ഞാൻ ഈ പഠനം റേഡിയോയിലൂടെ ആരംഭിച്ച ആ സമയത്ത് വളരെയേറെ എന്നെ വിമർശിച്ച അനേകരെ ഞാൻ ഓർക്കുന്നു. അവരൊക്കെ പറഞ്ഞു, ഇന്നത്തെ കാലത്ത് ഇതാർക്കാണ് വേണ്ടത്? ആ സമയത്ത് നല്ല 4 പാട്ട് പ്രക്ഷേപണം ചെയ്താൽ, വല്ല നാടകവും കളിച്ചാൽ മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത് അതാണ്. ഇങ്ങനെ പറഞ്ഞ അനേകം കത്തുകൾ എനിക്കന്ന് ലഭിച്ചിരുന്നു. എന്നാൽ ദൈവവചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കിയ അനേകം ആളുകൾ പിന്നീട് ഉണ്ടായി എന്നത് സന്തോഷത്തോടെ ഞാൻ പറയട്ടെ. നിങ്ങളെ രസിപ്പിക്കുവാൻ ചെയ്യുന്ന ഒരു പരിപാടി അല്ല ഇത് എന്ന് ഇതിനോടകം മനസ്സിലായല്ലോ. എന്നാൽ ദൈവവചനം പഠിക്കുന്നത് രസമായിട്ടുള്ള ആളുകൾക്ക് ഇത് വലിയ രസമായിരിക്കും. ഇത് നിങ്ങൾക്ക് രസമായിരിക്കും എന്നത് വേറൊരു കാര്യമാണ്. എന്നാൽ ഇതിൻ്റെ ഉദ്ദേശം ഇതൊരു വിനോദമായി ചെയ്യുവാനല്ല, ഇത് ദൈവവചനം പഠിപ്പിക്കുകയാണ്. അതെ, മനുഷ്യ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തമായ ദൈവവചനം. ഈ വചനം ശ്രദ്ധിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ഓരോരുത്തർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് നിങ്ങളെ ആത്മീയമായി വളർത്തുവാൻ മതിയായതാണ്. നിങ്ങളെ ഓരോ ദിവസവും ആത്മീയമായി ശക്തീകരിക്കുന്നതാണ്. ദൈവവചനം നിങ്ങളെ ശക്തീകരിക്കുവാൻ മതിയായതാണ്. ദൈവവചനത്തിന് നാം എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതനുസരിച്ചാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയിരിക്കുന്നത്. ഓരോ ദിവസവും പ്രഭാതത്തിൽ നാം എഴുന്നേൽക്കുമ്പോൾ ദൈവവചനം വായിക്കുവാൻ, ധ്യാനിക്കുവാൻ നാം എത്ര സമയമെടുക്കാറുണ്ട്? ഓരോ ദിവസവും ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ക്രിയ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നാം പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെ പൗലോസ് തിമോത്തിയോസിന് നൽകുന്ന ആജ്ഞ വചനം പ്രസംഗിക്കുക. അതെ, കർണരസമാകുമാർ കെട്ടുകഥകളെ പറയുവാനല്ല ശ്രമിക്കേണ്ടത്. പൗലോസ് പറയുന്നു, നീ പഥ്യോപദേശം പഠിപ്പിക്കുക. അതെ, ശരിയായ ഉപദേശം, സൗണ്ട് ഡോക്ട്രിൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. നീ ശരിയായ ഉപദേശം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. കലർപ്പില്ലാത്ത ദൈവവചനം, അതിനകത്തൊന്നും കലർത്താൻ ശ്രമിക്കരുത്. അങ്ങനെ വരുമ്പോൾ അത് പഥ്യോപദേശമല്ല, സൗണ്ട് ഡോക്ട്രിൻ അല്ല. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യുക, നിൻ്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. ഒരു സുവിശേഷകൻ്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇന്നത്തെ സുവിശേഷകന്മാരെക്കുറിച്ചാണ് നമുക്ക് ഓർമ്മ വരുന്നത്. എന്നാൽ പൗലോസിൻ്റെ സമയത്തെ സുവിശേഷകന്മാരെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. അന്ന് ഒരു സുവിശേഷകൻ സഞ്ചരിച്ച് വചനം പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, സുവിശേഷം അറിയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പ്രധാനമായും സുവിശേഷീകരണമായിരുന്നു അങ്ങനെയുള്ളവരുടെ ലക്ഷ്യം. പൗലോസ് ആ അർത്ഥത്തിലുള്ളൊരു സുവിശേഷകനായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് അത് വളരെ വിരളമാണ്. ഇപ്പോൾ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്, തിമോത്തിയോസേ, നീ ഒരു സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യണം എന്നത്രേ. അവൻ അപ്പോസ്തലനായ പൗലോസിൻ്റെ കൂടെ ആയിരുന്നപ്പോൾ ചെയ്തിരുന്നത് അതത്രേ, സുവിശേഷകൻ്റെ പ്രവൃത്തി. നിങ്ങൾ ക്രിസ്തീയ വേലയിൽ ഏതൊരു സ്ഥാനത്തായിരുന്നാൽ തന്നെയും നിങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട ജോലി, അല്ലെങ്കിൽ പ്രഥമമായും നിങ്ങൾ ഒരു സുവിശേഷകനാകുന്നു എന്ന് മറക്കരുത്. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടുള്ള എല്ലാ ദൈവമക്കളും സുവിശേഷകന്മാരാണ്.
വാസ്തവമായും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതത്രേ. പൂർണ്ണ സമയം സുവിശേഷ വേലയ്ക്കായി വിളിക്കപ്പെട്ടവർ അത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ആർക്കും ഒഴിഞ്ഞു മാറുവാൻ സാധിക്കില്ല. ഓരോ ക്രിസ്തു വിശ്വാസിയെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യണം എന്നത്രേ. അത് ഏതെല്ലാം വിധത്തിൽ നമുക്ക് ചെയ്യാമോ ആ വിധങ്ങളിലെല്ലാം നാം ചെയ്യണം. ഞാൻ സുവിശേഷ വേലയ്ക്കായി പണം കൊടുക്കുന്നു, ഞാൻ സുവിശേഷ വേലയ്ക്കായി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് ആർക്കും ഒഴിഞ്ഞു മാറുവാൻ സാധിക്കില്ല. അതും ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്കും എനിക്കും ലഭിക്കുന്ന അവസരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം കൊണ്ടുവന്ന ക്രിസ്തുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ നാം സമയം ചെലവഴിക്കേണ്ടതായിട്ടുണ്ട്. ഇത് മതപ്രചരണമല്ല, മതപരിവർത്തനത്തിനുള്ള ഉപാധിയുമല്ല. ക്രിസ്തുവിലൂടെ രൂപാന്തരപ്പെട്ട ജീവിതങ്ങൾ രൂപാന്തരം ആവശ്യമുള്ള മറ്റുള്ളവർക്ക് ചെയ്യുന്ന സഹായമാണ്. അതെ, നാം ഒരു സുവിശേഷ വേലയിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് മറക്കരുത്. മറ്റൊരു കാര്യം പൗലോസ് ഓർപ്പിക്കുന്നത് കഷ്ടം സഹിക്കുക എന്നതാണ്. കഷ്ടം സഹിക്കുക എന്നാൽ എന്താണ്? കഷ്ടം പ്രതീക്ഷിക്കുക, കഷ്ടങ്ങൾ അംഗീകരിക്കുക, കഷ്ടങ്ങളിലൂടെ കടന്നു പോകുക, ഇതൊക്കെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇന്ന് ദൈവവേലയ്ക്കെന്ന് പറഞ്ഞിറങ്ങുന്ന എത്ര പേർ കഷ്ടം പ്രതീക്ഷിച്ചു കൊണ്ടിറങ്ങുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. കുറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുകയല്ല, ലഭിക്കുവാൻ പോകുന്ന സ്ഥാനങ്ങളും സൗകര്യങ്ങളും അല്ലേ മുൻപിൽ നിൽക്കുന്നത്? അതല്ലേ നിങ്ങളെ ആകർഷിക്കുന്നത്? ഇന്ന് അനേകരും കഷ്ടമില്ലാത്ത ഒരു സുവിശേഷ വേലയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അത് വചനവിരുദ്ധമാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. കഷ്ടമില്ലാത്തതായ സുവിശേഷ വേല എങ്ങനെയെങ്കിലും സുഖമായി ജീവിക്കുവാനുള്ള, അധികം പണിയെടുക്കാതെ ജീവിക്കുവാനുള്ള ഒരു മാർഗമായി അനേകർക്കും സുവിശേഷ വേല തീർന്നു പോയിട്ടില്ലേ എന്ന് ഞാൻ സംശയിക്കുന്നു. ആരോടും കണക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, എങ്ങനെയും ആകാം എന്ന് ചിന്തിച്ച് മുൻപോട്ട് പോകുന്ന അനേകരെ ഇന്ന് ഈ വേലയിൽ കാണുവാൻ സാധിക്കുന്നു എന്നത് വളരെ പരിതാപകരമാണ്. മണ്ടത്തരം കാണിച്ചിട്ട് അടികൊള്ളേണ്ടി വന്നാലോ, പ്രതീക്ഷിച്ച സ്ഥാനവും സൗകര്യങ്ങളും ലഭിക്കാതെ വന്നാലോ ഉള്ള കഷ്ടമല്ല പൗലോസ് ഇവിടെ പറയുന്നത്. അതോർത്തോണം. കഷ്ടം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇറങ്ങിത്തിരിക്കുക, അതാണ് ഒരു ശുശ്രൂഷകനെക്കുറിച്ച് പൗലോസ് ആഗ്രഹിച്ചത്. ഈ കഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഉദാഹരണങ്ങളാണ് പൗലോസ് ഇതിനു മുൻപ് പഠിപ്പിച്ചത്. അതെ, യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു പടയാളിയുടെ വെല്ലുവിളികൾ പോലെ ഉണ്ടാകുന്ന കഷ്ടങ്ങൾ, വിജയിക്കുവാൻ മാത്രം ഓടുന്ന ഒരു ഓട്ടക്കാരൻ്റെ ത്യാഗങ്ങൾ, നല്ല വിളവിനു വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന ഒരു കർഷകൻ്റെ കഷ്ടപ്പാടുകൾ, ഈ ഉദാഹരണങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഈ വാക്യത്തിൻ്റെ അർത്ഥം ഭംഗിയായി മനസ്സിലാകും. ഒരു ക്രിസ്തീയ ശുശ്രൂഷകനെ രണ്ട് കാര്യത്തിൽ നമുക്ക് വിലയിരുത്താവുന്നതാണ്. ഒന്ന്, ആ വ്യക്തിക്ക് ദൈവവചനത്തോട് ഉള്ള വിശ്വസ്തത. രണ്ട്, കഷ്ടങ്ങളിലൂടെ കടന്നു പോകുവാനുള്ള കഴിവ്, മനസ്സ്. താൻ എത്രമാത്രം ദൈവവചനത്തോട് വിശ്വസ്തനാകുമോ അത്രമാത്രം കഷ്ടങ്ങൾ ആ വ്യക്തിക്കുണ്ടാകുന്നതാണ്. കഷ്ടമില്ലാതെ ഫലപ്രദമായ ഒരു ശുശ്രൂഷ എന്നത് വെറും കള്ളമാണ്. കഷ്ടമില്ലാതെ ഫലപ്രദമായ ശുശ്രൂഷയിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് മുൻപിൽ രണ്ട് വഴികളുണ്ട്. ഒന്നുകിൽ വിശ്വസ്തയോടെ സഹിക്കുക, അല്ലാത്ത പക്ഷം വിട്ടുവീഴ്ച ചെയ്ത് കുറുക്കുവഴികൾ കണ്ടുപിടിക്കുക. വിശ്വസ്തനായ ഒരു ദൈവവേലക്കാരൻ ഒരിക്കലും തെറ്റുമായി വിട്ടുവീഴ്ച ചെയ്യില്ല. അവൻ കഷ്ടം തിരഞ്ഞെടുക്കും. അന്ത്യകാലത്ത് ദൈവവചനം പ്രസംഗിക്കുന്നതിനാൽ കഷ്ടം സഹിക്കേണ്ടി വരുമെന്ന് പൗലോസ് തൻ്റെ പ്രിയപുത്രനായ തിമോത്തിയോസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അവൻ വീണ്ടും അത് ഓർപ്പിക്കുകയാണ്. കഷ്ടം സഹിക്കുന്നതിൽ നിന്നും എങ്ങനെങ്കിലും ഓടി രക്ഷപ്പെടുവാനല്ല തിമോത്തിയോസെ നീ ശ്രമിക്കേണ്ടത്, നീ കഷ്ടം സഹിക്കണം. അതാണ് കൽപ്പന. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് കഷ്ടം സഹിക്കുക. ലോകപ്രകാരം മറ്റേതെങ്കിലും ജോലി ചെയ്യുന്ന വ്യക്തിയേക്കാൾ കൂടുതൽ ഒരു സുവിശേഷകൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെ, നാം എവിടെയായിരുന്നാലും കലർപ്പില്ലാതെ ദൈവവചനം പ്രസംഗിക്കുന്നവരാകണം. അങ്ങനെ പ്രസംഗിക്കുമ്പോൾ എതിർപ്പ് വളരെ ഉണ്ടാകും. ഒരു വിശ്വസ്തനായ പടയാളിയെപ്പോലെ, സമർപ്പണമുള്ള ഓട്ടക്കാരനെ പോലെ, അത്യധ്വാനിയായ കർഷകനെ പോലെ നാം നമ്മെ ഏൽപ്പിച്ച മഹത്തായ ശുശ്രൂഷ നിർവഹിക്കേണ്ടതുണ്ട്. അതാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഈ പറഞ്ഞ ദൗത്യങ്ങൾ
വിശ്വസ്തയോടുകൂടെ ചെയ്യുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അതിനായി ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ, പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സത്യത്തിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഒരു സുവിശേഷകൻ നേരിടേണ്ടി വരുന്നത്. വചനനിമിത്തമുണ്ടാകുന്ന കഷ്ടങ്ങൾ സഹിക്കുവാൻ അവൻ ഒരുക്കമുള്ളവനായിരിക്കണം. നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക എന്ന ദൈവകൽപ്പനയിൽ അത് പൂർത്തീകരിക്കുവാൻ ദൈവം തുണ നിൽക്കും എന്ന ദൂത് മറഞ്ഞിരിപ്പുണ്ട്.